ഹലോ, കുക്ക് വിത്ത് ജിലൻ ആൻഡ് വീണ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകളായി നമ്മുടെ ഗസ്റ്റ് വീണ്ടും ചോദിക്കുന്നു, നിങ്ങളെ കാണാനില്ലല്ലോ, എവിടെ നിങ്ങളുടെ വീഡിയോസ് ഒന്നും വരുന്നില്ലോ എന്നുള്ളത്. വീണ്ടും വീഡിയോ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബെൽജിയം സീഡ്ലെസ് ലെമൺ വിത്ത് ഡേറ്റ്സ് പിക്കിളാണ്. നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന്, വളരെ ക്ലോസ് ഫ്രണ്ടാണ്, തൊട്ടയൽവക്കത്ത് തന്നെയാണ്, ജിനു ടീനയും. അവരുടെ വീട്ടിൽ ഇങ്ങനെ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒക്കെ നട്ടിട്ടുണ്ട്, എക്സോട്ടിക് വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ബെൽജിയം സീഡ്ലെസ് ലെമൺ കളക്ട് ചെയ്തു. ഇനി നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. നാരങ്ങ നന്നായി കഴുകിയതിന് ശേഷം അപ്പച്ചെമ്പിൽ വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇത് സ്റ്റീം ചെയ്ത് തണുത്തതിന് ശേഷം തുടച്ചു വെച്ചിരിക്കുന്ന നാരങ്ങയാണ്. 5 കിലോ നാരങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നല്ലെണ്ണ, കടുക് 50 ഗ്രാം, ഉലുവ 25 ഗ്രാം, ഇഞ്ചി 200 ഗ്രാം, വെളുത്തുള്ളി 350 ഗ്രാം, പച്ചമുളക് 100 ഗ്രാം, കറിവേപ്പില ആവശ്യത്തിന്, കാശ്മീരി മുളക് പൊടി 250 ഗ്രാം, പിക്കിൾ പൗഡർ 200 ഗ്രാം, ചില്ലി പൗഡർ 20 ഗ്രാം, ആവശ്യത്തിന് ഉപ്പ്, ശർക്കര ഉരുക്കിയത് 150 ഗ്രാം, ഈന്തപ്പഴം കുരു കളഞ്ഞ് നുറുക്കിയത് 2 കിലോ. നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പോലും ഇല്ല. സീഡ്ലെസ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സീഡ്ലെസ്. ബെൽജിയംകാരുടെ പ്രൊഡക്റ്റ് അല്ലേ, മോശമാവില്ലല്ലോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുമാതിരി തന്നെ ഈ നാരങ്ങയുടെ സീസൺ സമയത്ത് നമ്മൾ ഈ സെയിം അച്ചാർ ഇട്ടിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര ഡിമാൻഡായിരുന്നു. ഒരുപാട് ആളുകൾ അത് നമ്മുടെ അടുത്ത് വാങ്ങിയിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വാങ്ങി കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ഫ്ലേവറുള്ള, നമ്മൾ സാധാരണ നാരങ്ങ അച്ചാറിനേക്കാളും ഭയങ്കര ഫ്ലേവറുള്ള ഒരു അച്ചാറാണിത്. കാരണം ഈ നാരങ്ങയുടെ ഫ്ലേവർ, അതായത് ശരിക്കും ബെൽജിയം ലെമൺ സായിപ്പ്മാരുടെ നാട്ടിൽ നിന്ന് വരുന്ന സാധനമാണല്ലോ, മോശമാവില്ലല്ലോ. ഫ്ലേവർ ശരിക്കും നമ്മൾക്ക് ഫീൽ ചെയ്യും. സാധാരണ ലെമൺ ആൻഡ് ഡേറ്റ്സ് പിക്കിൾ ഇറ്റ്സ് വെരി കോമൺ, എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്, നമ്മളും ചെയ്യാറുണ്ട്. നമ്മളിവിടുന്ന് ബിരിയാണീസിൻ്റെ പ്രിപ്പറേഷൻ വരുന്ന സമയത്ത് നമ്മൾ ലെമൺ ആൻഡ് ഡേറ്റ്സ് പിക്കിൾ, അല്ലെങ്കിൽ ലെമൺ പിക്കിൾ വേറെ, ഡേറ്റ്സ് പിക്കിൾ വേറെ ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ലെമൺ ആൻഡ് ഡേറ്റ്സ് പിക്കിളിനേക്കാളും ഒക്കെ ഭയങ്കര ഫ്ലേവർഫുള്ളാണ് ഈ ബെൽജിയം ലെമൺ ഡേറ്റ്സ് പിക്കിൾ. നമ്മളത് കഴിച്ച് തന്നെ നമുക്കതിൻ്റെ ഫീൽ കിട്ടും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ ആ ഫ്ലേവർ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ബെൽജിയം ലെമൺ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നമുക്ക് സാധാരണ നമ്മൾ കാണുന്ന ഒരു ലെമൺ പിക്കിളിൻ്റെ ഫീലല്ല ബെൽജിയം ലെമൺ ഡേറ്റ്സ് പിക്കിളിന് വരുന്നത്. ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഇട്ടത് പൊട്ടിക്കാം. ഇനി നമുക്ക് ഉലുവ ചേർക്കാം, ഇഞ്ചി ചേർക്കാം, ഇനി വെളുത്തുള്ളി ചേർക്കാലോ. ഇനി പച്ചമുളക്, നമുക്ക് കറിവേപ്പില ചേർക്കാം. എന്തായി? ആയിക്കൊണ്ടിരിക്കാം. അടിപൊളി. ഇന്നലെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, കേക്ക് ഉണ്ടാക്കി, ചോക്ലേറ്റ് കേക്ക്. യമ്മി കേക്ക്. കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ പിന്നെ ഒരു ദിവസം ഇടാം. നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പൊടി നന്നായിട്ട് മൂത്തു. നമുക്കിനി കട്ട് ചെയ്തിരിക്കുന്ന ഈന്തപ്പഴം ചേർക്കാം. ഇനി നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അച്ചാർ പാകമായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് നാരങ്ങ ചേർത്ത് കൊടുക്കാം. വീണ ഇളക്കിക്കോ. ഇനി നമുക്ക് അവസാനത്തെ ചേരുവയായ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ, ഇതിലെല്ലാം ഓക്കെ ആണോ എന്ന്.
പെർഫെക്റ്റ്. ഉം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിനേക്കാൾ നന്നായിട്ടുണ്ട്. കലക്കി, അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ. For Belgium lemon dates pickle ring 99955168550.